ആ പെൺകുട്ടിക്ക് ഒരു ദിവസം ഒരു അജ്ഞാത പ്രണയലേഖനം കിട്ടുന്നു. അവൾ അതിന് മറുപടി ഒരു ഡയറിയിൽ എഴുതുന്നു. പക്ഷേ ഇത് എഴുതിയ ആൾക്കോ അത് കിട്ടിയ ആൾക്കോ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കൺഫ്യൂഷൻസ് ആയിരുന്നു അവരുടെ ഇടയിൽ സൃഷ്ടിച്ചത്. ആരാണവർ, എന്താണ് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു തെറ്റിദ്ധാരണ എന്നതും ഒടുക്കം അവർക്കൊക്കെ എന്താണ് സംഭവിച്ചതെന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2023 റിലീസായ അവർ സീക്രട്ട് ഡയറി എന്ന ഒരു കഥയാണ് കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു ക്ലാസ് റൂം കാണിച്ചുകൊണ്ടാണ്. അവിടെയാണ് നമ്മുടെ കഥാനായകനായ സെറ്റ്യോമ ജൂൻ എന്ന പയ്യൻ പഠിക്കുന്നത്. അയ്യോ, ഓരോ തവണയും ഈ സെറ്റ്യോമ ജൂൺ എന്ന് പറയാൻ എന്തൊരു പാടായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്കപ്പൊ അവനെ ഒന്ന് ചുരുക്കി സെറ്റ് എന്ന് വിളിച്ചാലോ? സെറ്റിന്റെ കാര്യമായി ഒരു പേപ്പറിൽ എന്തോ കുത്തിക്കുറിക്കുന്നത് നമുക്ക് കാണാം. ക്ലാസ് തകൃതിയിൽ നടക്കുന്നുണ്ടെങ്കിലും അവന്റെ കുത്തിക്കുറിപ്പും തകൃതിയിൽ നടക്കുന്നു. അങ്ങനെ ക്ലാസ് കഴിയാറാകുമ്പോൾ അവൻ ഇരുന്ന ആ ഒരു ടേബിളില് ബുക്കൊക്കെ വെക്കാനുള്ള ആ ഒരു സ്പേസിൽ ആ ഒരു പേപ്പർ വെച്ച ശേഷം എഴുന്നേറ്റ് പോകുന്നു. ബ്രേക്ക് ടൈമിൽ എഴുന്നേറ്റ് പോയി തിരിച്ച് ഇതേ സീറ്റിലേക്ക് അവൻ വന്നിരിക്കും. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നമ്മളിരിക്കുന്ന ആ ഒരു ഡിവിഷൻ ABC അനുസരിച്ച് ഓരോ ക്ലാസ്സിലും ആ ഒരു അവർ പഠിപ്പിക്കേണ്ട സാർ വന്ന് പഠിപ്പിക്കും അല്ലെ. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഇംഗ്ലീഷ് ക്ലാസ്സിന് ഒരു റൂം, ജാപ്പനീസിന് ഒരു റൂം, മാത്സിന് ഒരു റൂം എന്നിങ്ങനെ ഓരോ റൂമുകളുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിലും ചെല്ലേണ്ട ഡിവിഷനിലെ പിള്ളേര് അവരുടെ അലോട്ടഡ് ടൈം ആകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ചെല്ലണം, മാത്സ് ക്ലാസ്സിലേക്ക് ചെല്ലണം. അതായത് സാർ ഇരിക്കുന്ന ആ ക്ലാസ് റൂമിലേക്ക് ചെന്ന് പഠിക്കണം. അല്ലാതെ കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് സാറ് വരുന്ന ആ ഒരു രീതിയല്ല ഈ ഒരു സ്കൂളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡിവിഷനിൽ പഠിക്കുന്ന സെറ്റ് അവന്റെ ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ അടുത്തതായി ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി B ഡിവിഷനിലെ പിള്ളേർ വരുന്നു. അതിൽ പ്രത്യേകം സെറ്റ് ഇരുന്ന അതേ ടേബിളിലാണ് നൊസോമി എന്ന പെൺകുട്ടി വന്നിരിക്കുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന അവൾ അവിടെ സെറ്റ് എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പർ കാണുന്നു. ആ കത്തെടുത്ത് നോക്കുന്നവൾ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് സെറ്റ് എന്ന പേരുൾപ്പെടെ ഒരു പ്രണയലേഖനം എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് ഞെട്ടുന്നു. അവൾ അത് കണ്ട് ഞെട്ടാൻ കാരണം അത് എഴുതിയ ആളുടെ പേര് കണ്ടിട്ടാണ്. സെറ്റ് എന്ന പയ്യൻ ആ ഒരു സ്കൂളിലെ തന്നെ വളരെ പോപ്പുലർ പയ്യനാണ്. ആ സ്കൂളിലെ സിംഗിൾ പെൺകുട്ടികളുടെ എല്ലാം ഡ്രീം ബോയ് എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾ തനിക്ക് എങ്ങനെ കത്തെഴുതിയോ എന്നത് അവൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരവും അവൾ തനിക്ക് ഈ പ്രണയലേഖനം സെറ്റ് എഴുതിയതിന്റെ അങ്കലാപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ നടന്നു വരുന്ന സമയം ഓപ്പോസിറ്റായി സെറ്റ് നടന്നു വരുന്നത് കാണുന്നു. സെറ്റിന് അപ്പോഴേ പെൺകുട്ടികളെല്ലാം വായി നോക്കി നിൽപ്പുണ്ട്. അവളാകട്ടെ അവന്റെ വരവ് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ എന്തെങ്കിലും പറയാൻ സാധിക്കും മുന്നേ നൊസോമിയുടെ ഒരു ഫ്രണ്ട്, ആ സ്കൂളിലെ ഒരു ലീഡർ പെണ്ണാണ് എറി, അവളുടെ നൊസോമിയെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. എന്താ നീ ഇവിടെ ഇങ്ങനെ കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നതെന്ന് പറഞ്ഞാണ് വിളിച്ചോണ്ട് പോകുന്നത്. ആ ഒരു സമയത്ത് നൊസോമി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് എറിയോട് ചോദിക്കുന്നു. പിന്നെ നീ 1 10 ചോദിച്ചോ എന്ന് പറഞ്ഞ എറി എന്തിനും ഉത്തരം കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ നൊസോമിയുടെ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ സ്കൂളിലെ ഏറ്റവും പോപ്പുലർ പയ്യൻ സെറ്റ് അല്ലേ, അവൻ നിന്നെ പ്രപ്പോസ് ചെയ്താല് നിന്റെ മറുപടി എന്തായിരിക്കുമെന്ന്. അതിന് എറി ഒന്ന് ആലോചിച്ച ശേഷം, അവൻ പോപ്പുലർ പയ്യനായതുകൊണ്ട് തന്നെ അവൻ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു ക്രെഡിറ്റ് ആണ്. പക്ഷെ അവൻ അങ്ങനെ പ്രപ്പോസ് ചെയ്യില്ല. എത്രയോ പെൺകുട്ടികൾ അവനോട് സംസാരിക്കാനൊക്കെ നോക്കിയിട്ടും അവൻ ഒരു മൈൻഡും കൊടുക്കാതെ ജാട കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുത്തൻ എന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാനാണ് എറി അത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ, എന്നിട്ട് അത് എനിക്ക് നടന്നല്ലോ എന്ന് പറഞ്ഞ് ഇതെല്ലാം കേട്ട് നൊസോമി വണ്ടടിച്ച് നിൽക്കുന്നു. എന്തായാലും അങ്ങനെ അവൾ ഒരു കാര്യം തീരുമാനിക്കുന്നു. അവൾ ഒരു കുറിപ്പ് എഴുതി ഇവരുടെ ഷൂ ഒക്കെ വെച്ചിരിക്കുന്ന ഷൂ റാക്കിന്റെ അവിടെ ചെന്ന് ഓരോ കുട്ടികൾക്കും ഷൂ വെക്കാനായി ഒരു സ്പേസ് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ അവരുടെ പേരും കാണും. സെറ്റിന്റെ പേര് കണ്ടുപിടിച്ച് അവന്റെ ഷൂവിന്റെ അവിടെ അവൾ ഒരു കുറിപ്പ് വെക്കുന്നു. ആ കുറിപ്പിൽ അവനെ പറ്റി കൂടുതൽ അറിയാനായി അവൾക്ക് താല്പര്യമുണ്ടെന്നും അങ്ങനെ അറിഞ്ഞ ശേഷമേ ഒരു ഡേറ്റിങ്ങിനെ പറ്റി അവൾക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ എന്നുമായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ ക്ലാസ്സിലെ കുട്ടികളും സെറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സെറ്റിനെ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പ്രപ്പോസ് ചെയ്തെന്നും അവൻ സോറി എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ റിജക്ട് ചെയ്തു എന്നുമല്ല. ആരെയായിരിക്കോ സെറ്റ് ഇഷ്ടപ്പെടുന്നത്, ആരാണോ ആ ഭാഗ്യശാലി എന്നെല്ലാം ഇവര് ഭയങ്കര ത്രില്ലടിച്ച് സംസാരിക്കുമ്പോൾ ആ ഭാഗ്യശാലി ഈ ഞാനാണോ എന്ന് നൊസോമിയുടെ നെഞ്ച് പടപട ഇടിക്കുന്നു. അവൾ പിന്നീട് ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. അത് ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഇവരുടെ B ഡിവിഷന് മുന്നേ A ഡിവിഷന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വലിയ പ്രതീക്ഷയില് അവൾ ഇരിക്കുന്ന ടേബിളിന്റെ അടിയിൽ നോക്കുമ്പോൾ വീണ്ടും അവൾക്കൊരു കുറിപ്പ് കിട്ടുന്നുണ്ട്. അവൾ മുന്നേ എഴുതിയ ആ ഒരു കുറിപ്പിനുള്ള മറുപടി. ശരി, നിനക്ക് എന്നെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് ഔട്ടിങ്ങിന് പോവാം, റെഡി ആണോ എന്ന് അവൻ ചോദിക്കുന്നത് കണ്ട് ഇവളൊന്നും ഞെട്ടുന്നുണ്ട്. ക്ലാസ്സിനിടയിൽ ഇവളിങ്ങനെ ഞെട്ടി ബഹളം വെച്ചപ്പോ സാർ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഒന്നുമില്ല സാർ, എന്തോ ഒന്ന് തട്ടിയതാണെന്ന് അവളിങ്ങനെ മറുപടി പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇവളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് പോലെ എറിക്ക് തോന്നുന്നുണ്ട്. എറി ക്ലാസ് കഴിഞ്ഞ ശേഷം എന്ത് പറ്റിയെന്നൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നൊസോമി അഡ്ജസ്റ്റ് ചെയ്യുന്നു. ശരി, നീ FM പോയി പാട്ടിട്, അപ്പോഴേക്കും ഞാൻ ബുക്കൊക്കെ കളക്ട് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് നൊസോമിയോട് പറഞ്ഞിട്ട് എറി അവിടെ നിന്ന് മാറാണ്. നൊസോമി ഫ്രീ ടൈമില് ഇവരുടെ സ്കൂളിലെ FM നോക്കുന്ന ഒരു ചെറിയ ജോലിയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അവൾ അതിന്റെ കാര്യങ്ങൾക്ക് റേഡിയോ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാട്ടൊക്കെ റേഡിയോയിൽ പ്ലേ ചെയ്ത
ശേഷം അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ആലോചിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും അവന് തന്നെ ഇഷ്ടപ്പെട്ടത്. തീർച്ചയായും ഈ സ്കൂളിൽ തന്നെക്കാളും കാണാൻ കൊള്ളാവുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരൊക്കെ അവനെ പ്രപ്പോസ് ചെയ്തിട്ടുമുണ്ട്. എന്നിട്ടും അവരോട് തോന്നാത്ത ഒരിത് എന്താണ് അവന് തന്നോട് തോന്നിയതെന്ന് അവൾക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പരസ്പരം മനസ്സിലാക്കാൻ ഔട്ടിങ്ങിന് പോകാമെന്ന് അവൻ എഴുതിയതിന് മറുപടി അവൾ എഴുതുന്നു. അങ്ങനെ പുറത്തൊന്നും പോകണ്ട, ആരെങ്കിലും കണ്ടാ പ്രശ്നമാവും. നമുക്ക് ഈ കുറിപ്പുകളിലൂടെ പരസ്പരം മനസ്സിലാക്കാം. കൂടാതെ എന്റെ ക്ലാസ്സിലെ ടേബിളിനടിയിൽ ഇത് വെക്കേണ്ട. മറുപടി എഴുതി റേഡിയോ റൂമിന്റെ വെളിയിലുള്ള കംപ്ലൈന്റ് ബോക്സിനകത്ത് ഇട്ടിരുന്നാൽ മതി എന്ന് അവള് പറയുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു കുറിപ്പിനുള്ള മറുപടി എഴുതുന്ന സെറ്റ് ആകട്ടെ അത് വെക്കാനായി റേഡിയോ റൂമിന് വെളിയിലുള്ള കംപ്ലൈന്റ് ബോക്സിന്റെ അവിടെ എത്തുന്നു. അവൻ അത് വെച്ചിട്ട് പോകാനായി നിൽക്കുമ്പോഴേക്കും റേഡിയോ റൂം തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നൊസോമിയും അവനും കൂട്ടിയിടിക്കുന്നു. പെട്ടെന്ന് അവനെ കണ്ട് നൊസോമിക്ക് ആകെ ടെൻഷൻ ആവുമ്പോൾ അവൻ അയ്യോ സോറി എന്ന് പറഞ്ഞ് വളരെ ക്യൂട്ടായി അവിടെ നിന്ന് പോകുന്നു. ഈ ടീം ഇവൻ തനിക്കുള്ള മറുപടി തരാൻ വന്നതാണോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ അവൾ വേഗം തന്നെ അവിടുത്തെ കംപ്ലൈന്റ് ബോക്സ് എടുത്ത് നോക്കുമ്പോൾ അതിലൊരു കുഞ്ഞു ഡയറി ഉണ്ട്. നമ്മൾ പരസ്പരം മനസ്സിലാക്കാനായി കുറിപ്പുകളിലൂടെ ഓരോന്ന് എഴുതിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഈ ഡയറിയിൽ എഴുതാം. ഈ ഡയറി തീരുമ്പോഴേക്കും നമ്മൾ പരസ്പരം മനസ്സിലാക്കും. അപ്പോ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യും. അതുവരെ ഈ ഡയറിയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം മൈ ഡിയർ എറിക്ക എന്ന് പറഞ്ഞ് അവൻ ആ ഡയറിയിലെ കുറിപ്പ് അവസാനിപ്പിക്കുമ്പോൾ അത് വായിക്കുന്ന നൊസോമിക്ക് ആകെ പാടെ സങ്കടാവുന്നു. കാരണം അവൻ ആ ഡയറിയിൽ അവസാനം മെൻഷൻ ചെയ്തിരിക്കുന്നത് എറിക്കയുടെ പേരല്ലേ. അപ്പോൾ ഈ കുറിപ്പെല്ലാം അവൻ എഴുതിയിരുന്നത് എറിക്കയ്ക്ക് വേണ്ടിയാണ്. അത് തന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് താൻ അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾക്ക് ആകെ പാടെ സങ്കടമായി. അവൾ 2-3 ദിവസം അവൻ അതിനുള്ള മറുപടി ഒന്നും തന്നെ എഴുതിയില്ല. പക്ഷെ പിന്നീട് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവസാനിപ്പിക്കണം എന്ന് കരുതി അവൾ ഒരു കുറിപ്പ് എഴുതുന്നു. സോറി, എറിക്കയ്ക്കല്ല ഈ കത്ത് കിട്ടിയത്, എനിക്കാണ്. അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടായത് എന്നെല്ലാം പറഞ്ഞ് എഴുതിയ ആ ഒരു കുറിപ്പ് അവന്റെ ഷൂറാക്കിന്റെ അവിടെ വെക്കാനായി അവൾ പോകുന്നുണ്ടെങ്കിലും അവിടെ അവൻ നിൽക്കുന്നത് കണ്ട് അത് വെക്കാൻ സാധിക്കാതെ അവൾ പെട്ടെന്ന് പാനിക് ആവുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ പേടിച്ചു വീഴുന്ന അവളെ കണ്ട് അവൻ അടുത്തേക്ക് എത്തി അവൾ ഓക്കെ ആണോ എന്ന് ചോദിച്ച ശേഷം അവൾ എറിക്കയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് എന്നറിയാവുന്നത് കൊണ്ട് എറിക്ക എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ, എന്തെങ്കിലും ലെറ്ററിനെ പറ്റിയോ ഡയറിയെ പറ്റിയോ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന അവൾ എറിക്ക ഒരിക്കലും ഇവനെ ഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ഇവളോട് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് ഓർക്കുന്നു. പക്ഷെ അത് എങ്ങനെ ഇപ്പൊ ഇവനോട് പറയാ, താനാണ് ഇവന് മെസ്സേജ് അയച്ചതെന്നും പറയാനുള്ള ധൈര്യം ഇല്ലാത്തവൾ സാരില്ല, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടല്ലോ, എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞ് അവൻ ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നു. എന്തേലും അവളിങ്ങനെ ഒരു പോസിറ്റീവായ രീതിയിൽ അവന്റെ ഇഷ്ടം നടക്കുമെന്ന് അവന് ഒരു വിഷ് നൽകിയത് അവനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു. ആ ഒരു സന്തോഷം കാണുന്ന അവൾക്ക് അവന്റെ ആ സന്തോഷം മുഖത്തു നിന്ന് മായുന്നത് ആലോചിക്കാൻ വയ്യ. അതുകൊണ്ട് എരുക്കയാണെന്ന രീതിയിൽ ആ ഡയറിയിൽ മറുപടി എഴുതാനായി അവൾ തീരുമാനിക്കുന്നു. സോറി, 2-3 ദിവസം തിരക്ക് കാരണം എനിക്ക് ഒന്നും തന്നെ ഇത് എഴുതാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ ഒരു മറുപടി അതിൽ എഴുതുമ്പോഴും അവൾക്ക് പേടിയാവുന്നുണ്ട് അവസാനം ഇത് പ്രശ്നമാകുമല്ലോ എന്ന്. പക്ഷേ അവൾ ഇത് ചെയ്യുന്നത് സെറ്റ് ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ടാണ്. കാരണം അവൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് കരുതി അതൊരു തെറ്റിദ്ധാരണ ആയിരുന്നെങ്കിൽ പോലും അവൾ കുറച്ച് ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ ഒരു സന്തോഷം നൽകിയ അവനെ അങ്ങനെ സങ്കടപ്പെടുത്തി കാണാൻ അവൾക്ക് താല്പര്യമില്ല. അങ്ങനെ ആ ഒരു മറുപടി എഴുതിയത് കിട്ടുന്ന അവൻ വളരെ ഹാപ്പി ആവുന്നു. അവൻ പിന്നീട് അതിന് മറുപടി എഴുതുന്നു. എന്താ നീ റേഡിയോ റൂമിന് മുന്നിലുള്ള കംപ്ലൈന്റ് ബോക്സിൽ റിപ്ലൈ എഴുതിയിടാൻ പറഞ്ഞതെന്ന് അവൻ ചോദിക്കുമ്പോൾ അവിടെ ഞാനും എന്റെ ഫ്രണ്ടും മാത്രമേ അത് തുറന്നു നോക്കാറുള്ളൂ, അപ്പോ അത് കുഴപ്പമില്ലാന്ന് അവൾ മറുപടി എഴുതുമ്പോൾ നിന്റെ ഫ്രണ്ട് ആള് നല്ല പാവമല്ല, നല്ല പെൺകുട്ടി, നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നെല്ലാം അവളിങ്ങനെ നൊസോമി മുന്നേ അവനോട് സംസാരിച്ച കാര്യം വെച്ച് ഇത് എറിക്ക എഴുതുന്നതാണെന്ന് കരുതി അവൾക്ക് മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഇവർ ഡയറിയിലൂടെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. അതിനിടയിൽ സെറ്റാക്കിട്ട് അവനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആ ഡയറിയിൽ എഴുതുന്നുണ്ട്. അവൻ ഇതാണ് ഇഷ്ടം, അവൻ ഇന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ്, അവന് അതാണ് ഇതാണ് അങ്ങനെയൊക്കെ. ആ ഒരു സമയത്ത് തന്റെ ഇൻട്രസ്റ്റ് അതിന് മറുപടിയായി എഴുതാതെ എറിക്കയുടെ ഇൻട്രസ്റ്റ് ഓരോന്നും നൈസായിട്ട് എറിക്കയ്ക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിൽ അവളോട് ചോദിച്ച് മനസ്സിലാക്കി അതൊക്കെയാണ് നൊസോമി അതിൽ എഴുതി വെക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് സെറ്റിന് ഹാർമണി എന്ന ഒരു പോപ്പ് ഗ്രൂപ്പിനെ ഒരുപാട് ഇഷ്ടമാണെന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. ആക്ച്വലി അവൾക്ക് ആ ഒരു ഗ്രൂപ്പിനെ വലിയ ഇഷ്ടമാണെങ്കിലും അവരുടെ പാട്ടുകളൊക്കെ ഭയങ്കര റാപ്പ് സോങ്സ് ആയതുകൊണ്ട് സ്കൂളിൽ അതൊന്നും അവൾ റേഡിയോയിൽ പ്ലേ ചെയ്യാറില്ല. അവൾ തനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണെന്ന് എഴുതാനായി വരുന്നുണ്ടെങ്കിലും അയ്യോ തന്റെ ഇഷ്ടമല്ലല്ലോ എഴുതേണ്ടത്, നൊസോമിക്ക് എന്താണോ ഇഷ്ടം അതല്ലേ എഴുതേണ്ടത് എന്ന് ഓർക്കുന്നവൾ അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ മ്യൂസിക് ഒന്നും ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് എഴുതുന്നു. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയ സെറ്റ് അത് കളിക്കുന്നത് നോക്കി ത്രില്ലടിച്ച് നിൽക്കുകയാണ് നൊസോമി. അവനും ആ ഒരു മാച്ച് ജയിച്ച സന്തോഷത്തില് നിൽക്കുമ്പോഴാണ് അവന്റെ കണ്ണ് അവിടെ നിൽക്കുന്ന നൊസോമിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. നൊസോമി പെട്ടെന്ന് അവൻ തന്നെ നോക്കുന്നത് കാണുമ്പോൾ ആകെ പാനിക് ആവുന്നു. അവൻ അറിയില്ലല്ലോ ഈ നൊസോമിയാണ് കത്തുകളിലൂടെ തന്നോട് സംസാരിക്കുന്നതെന്ന്. അവളാകട്ടെ അവന് സങ്കടാവാതിരിക്കാനായി ആൾമാറാട്ടം നടത്തി അത് ചെയ്യുന്നുമുണ്ട്. കൂടാതെ ഇപ്പൊ പോലും അവന് ഇഷ്ടമാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം അവൾ ഇത്രയും നാള് സ്കൂളിൽ പ്ലേ ചെയ്യാനായി മടിച്ച ആ ഒരു റാപ്പ് സോങ്, ആ ഒരു ഹാർമണി എന്ന ഗ്രൂപ്പിന്റെ സോങ് അവൾ
അവളിപ്പോ റേഡിയോ വഴി പ്ലേ ചെയ്യുന്നു. അത് കേൾക്കുന്നവന് ഇത് തനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എറിക്ക ചെയ്യുന്നതാണെന്ന തെറ്റിദ്ധാരണയാണ് വരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സംഭവം നടക്കുന്നത്. നൊസോമിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സിസ്. അവളുടെ ഒരു ക്രഷിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അവരൊരു കരോക്കെ റൂമിൽ ചെറിയൊരു പാർട്ടി നടത്താൻ പോകുന്നു. അപ്പോ സിസിന് ഒറ്റയ്ക്ക് അവിടേക്ക് പോകാനായിട്ട് ഒരു മടി. അതിനായിട്ട് അവളുടെ ചില ഫ്രണ്ട്സിനെയും വിളിക്കുന്ന കൂട്ടത്തിൽ നൊസോമിയും വിളിക്കുന്നുണ്ട്. നൊസോമി അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ആ ഒരു ക്രഷിന്റെ ഫ്രണ്ടാണ് സെറ്റ് എന്നത്. കാരണം സെറ്റും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ സെറ്റിന്റെ അടുത്തൊരു സീറ്റാണ് അവൾക്ക് കിട്ടുന്നത്. അവൾ ആകെപ്പാടെ ഒരുമാതിരി പേടിച്ചാണ് ഇരിക്കുന്നത്. കള്ളിയും കാണാൻ പൊളിയുമോ എന്ന പേടിയില്ല. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്തിപ്പോ പുതിയതായിട്ട് ഹാർമോണിയുടെ പാട്ടൊക്കെ പ്ലേ ചെയ്തത് ആരെങ്കിലും പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. എറിക്ക ചോദിച്ചോ എന്ന് അത് കേട്ട് സെറ്റ് ചോദിക്കുമ്പോൾ അതിനും അവൾ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾ എറിക്കയെ പറ്റി ഇങ്ങനെ സെറ്റ് ഓരോന്ന് ഇൻഡയറക്റ്റ് ആയി ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോഴും അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് സെറ്റിനെ വല്ലാണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നു. അവൾ വെള്ളം കുടിക്കാനാണെന്നും പറഞ്ഞ് ഒന്ന് എസ്കേപ്പ് ആവാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറകെ ചെല്ലുന്ന അവൻ അവളോട് എന്ത് ചോദിച്ചാലും ഇങ്ങനെ മിണ്ടാതെ ചിരിച്ചോണ്ട് ഉത്തരം തരാതിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാതെ പമ്മി ഇരിക്കുന്നവരെ എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്നു. അത് കേൾക്കുന്ന അവൾക്ക് വല്ലാത്ത സങ്കടമാവുന്നുണ്ടെങ്കിലും അവൾ അവനോടൊന്നും മിണ്ടാൻ പോകുന്നില്ല. പക്ഷെ നൈസായിട്ട് അവിടെ നിന്ന് പോട്ടെ, കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് അവൾ കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് ഇറങ്ങാനായി നോക്കുമ്പോൾ അവനും എനിക്കും ഇത്തിരി തിരക്കുണ്ട് പോട്ടെ എന്നും പറഞ്ഞ് അവളുടെ കൂടെ ഇറങ്ങുന്നു. അവൾ റോഡിലൂടെ നടക്കുമ്പോഴും അവന്റെ കൂടെ നടന്ന് അവനോട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാവാതിരിക്കാനായി പതിയെ പിറകിലൂടെ നടക്കാണ്. മുന്നിൽ നടക്കുന്നവൻ കുറച്ചു കഴിയുമ്പോൾ തിരിഞ്ഞു നിന്ന് അവളോട് എത്ര നേരം നീ ഇങ്ങനെ മാറി നടക്കും? നിന്നോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ച് സംസാരിക്കാനായിട്ട് കൂടെ വന്നപ്പോ നീ എന്നെ അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ നടന്നാൽ എങ്ങനെ ശരിയാവുമെന്ന് അവളോട് ഓപ്പണായി ചോദിക്കുന്നു. അത് കേൾക്കുന്ന അവൾ സോറി, എന്റെ കുഞ്ഞു കാലല്ലേ, ഞാനിങ്ങനെ സ്പീഡിൽ നടന്ന് ശീലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുമ്പോൾ ഞാനും സോറി, നിന്നോട് ഞാൻ കുറച്ച് റൂഡായിട്ട് സംസാരിച്ചു. ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ? ഞാൻ ഇറക്കി ഇഷ്ടപ്പെടുന്ന കാര്യം തീർച്ചയായും നിനക്കറിയാമായിരിക്കുമല്ലോ. കാരണം നീ അറിയാതെ ലെറ്റർ ബോക്സിൽ ഞങ്ങൾ ഇങ്ങനെ ഡയറി എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ നീ അറിയാതെ ഒരിക്കലും ആ പാട്ടും അവിടെ അവൾക്ക് പ്ലേ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്ന കാര്യവും അവൾ എന്നെ ഇഷ്ടപ്പെടുന്ന കാര്യവും അറിയാമായിരിക്കുമല്ലേ എന്ന് സെറ്റ് എറിക്കയെ പറ്റി ചോദിക്കുമ്പോൾ അറിയാമെന്ന മട്ടിൽ നൊസോമി തലയാട്ടുന്നു. അങ്ങനെ അവിടെ ഓരോന്ന് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് സൈഡിൽ കളിക്കുകയായിരുന്ന പയ്യന്മാര് ബോൾ തട്ടി ഇവരുടെ അടുത്തേക്ക് എത്തുന്നത്. സെറ്റ് ആ ബോൾ പിടിക്കുന്നുണ്ട്. അവനത് പാസ് ചെയ്ത ശേഷം നൊസോമിയോട് ഞാൻ ഇനി ബാസ്കറ്റ് ബോൾ ഒന്നും കളിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവള് ആണോ എന്നുള്ള രീതി അത് കേൾക്കുന്നു. ആ ടീം അവന് വീണ്ടും ദേഷ്യം വരുന്നു. സാധാരണ ഞാനിങ്ങനെ ബാസ്കറ്റ് ബോൾ ഒന്നും ഇനി കളിക്കാൻ പോകുന്നില്ല എന്ന് ആരോടെങ്കിലും പറഞ്ഞ അതെന്താ അങ്ങനെയെന്നൊക്കെ ചോദിച്ച് അവർ ആ കോൺവെർസേഷൻ ഒന്ന് നീട്ടിയേനെ. നീ പക്ഷെ എന്താ ഇങ്ങനെ അത് കൂളായിട്ട് എടുത്തതെന്ന് അവൻ ചോദിക്കുമ്പോൾ അത് പിന്നെ നീ എന്ത് കാര്യവും ആലോചിച്ച് തീരുമാനിച്ച് ഒരു കൺക്ലൂഷനിൽ എത്തുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ട് നീ ഒരു തീരുമാനം എടുത്തെങ്കിൽ അതിനെപ്പറ്റി ഞാൻ പിന്നെ ചിക്കി ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് അവള് പറയുമ്പോൾ അവൻ അവളെ കൊഞ്ചിച്ചുകൊണ്ട് ഓഹോ ഈ ചെറിയ വയല് ഇത്രയും വലിയ വർത്താനമൊക്കെ വരുമോ, നിനക്ക് മിണ്ടാനെ അറിയത്തില്ലെന്ന് ഞാൻ വിചാരിച്ചെന്ന് അവൻ കളിയാക്കുന്നു. വീഡിയോയുടെ ഇടയിൽ ഒരു കുഞ്ഞു കാര്യം, ഇതിലെ ഈ കഥാനായകനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ആള് തന്നെ അഭിനയിച്ച ഒരു കിടുക്കൻ ഡ്രാമ നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി കാണാം. നമ്മുടെ BTS ഒക്കെ പോലെ ഒരു 7 മെമ്പേഴ്സ് ഉള്ള ജാപ്പനീസ് ബാൻഡിന്റെ കഥയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. രസകരമായ കഥയാണ്, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ ആ സമയത്ത് അവൻ മറ്റൊരു കാര്യം അവളോട് പറയുന്നുണ്ട്. അതായത് അവന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരി ഉണ്ടെന്നും അമ്മയുടെ മരണശേഷം അവനെയും സഹോദരിയും നോക്കിയ മുത്തശ്ശിക്ക് ഇപ്പൊ തീരെ വയ്യ എന്നും അതുകൊണ്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും അനിത്യയുടെ കാര്യങ്ങൾ നോക്കാനുമായി തനിക്ക് പഠനം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഇനി അങ്ങനെ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് എന്നും പറഞ്ഞ് നടക്കാൻ നേരമില്ലെന്നും അതുകൊണ്ടാണ് താൻ അതിപ്പോ ഒന്ന് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നതെന്നുമല്ല. അത് കേൾക്കുന്ന അവളാകട്ടെ തൽക്കാലം ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എന്ന് കരുതി സങ്കടപ്പെടേണ്ട. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അതിനായിട്ട് ഒരു അവസരം കാത്തിരിക്കും. കാരണം അത്രയേറെ നീ ആ കാര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് അവനെ മോട്ടിവേറ്റ് ചെയ്യും. അവൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവൻ ആകെ വളരെ ഇംപ്രസ്ഡ് ആയി അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ വേഗം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ മിണ്ടാനിയെ താല്പര്യമില്ലാതെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നടന്ന ഈ ഇവളാണോ ഇങ്ങനെ പുലിക്കുട്ടിയെ പോലെ സംസാരിക്കുന്നത് എന്ന ഭാവമായിരുന്നു അവന്റെ മുഖത്ത്. അങ്ങനെ ഇരിക്കാണ് ഇവരുടെ സ്കൂളിൽ ഒരു മാച്ച് നടത്താനായി പോകുന്നത്. ആ ഒരു മാച്ച് തങ്ങളുടെ ടീമാണ് ജയിക്കുന്നതെങ്കിൽ താൻ തന്റെ ക്രഷിനോട് പോയി ഇഷ്ടം തുറന്നു പറയുമെന്ന് നൊസോമിയോട് അവളുടെ ഫ്രണ്ട് പറയുന്നു. കാരണം ഈ ഫ്രണ്ടിന്റെ ക്രഷ് അവൾ മുന്നേ ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്യാൻ പോയില്ലേ, ആ ഒരു ക്രഷ് ടീമിലുണ്ട്. അപ്പോ അങ്ങനെ ഹാപ്പി ആയി നിൽക്കുന്ന മൊമെന്റിൽ പറഞ്ഞാൽ തീർച്ചയായും ആ ഒരു ഇഷ്ടം നടക്കുമെന്നും കഴിഞ്ഞ വർഷം ഇതുപോലെ ഫുട്ബോൾ ടൂർണമെന്റ് ജയിച്ച സമയത്ത് ഒരു പെൺകുട്ടി അവളുടെ ക്രഷിന്റെ അടുത്ത് ഇഷ്ടം പറഞ്ഞപ്പോൾ അയാൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്നെല്ലാം അവൾ വളരെ സന്തോഷത്തോടെ പറയുന്നു. ഒപ്പം തന്നെ എറിക്ക തന്റെ ക്രഷുമായി നല്ല കമ്പനിയാണ്. അവരെങ്ങാനും സെറ്റ് ആവുമെന്ന് എനിക്ക് പേടിയുണ്ട്. അപ്പൊ അതിനു മുന്നേ ഞാൻ എന്റെ സീറ്റ് ഉറപ്പിക്കണ്ടേന്നും പറഞ്ഞ് അവൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ഇറക്കെ ഇഷ്ടപ്പെടുന്ന സെറ്റിനെ താൻ ഇഷ്ടപ്പെടുന്ന കാര്യം എങ്ങനെ ഇപ്പൊ പ്രൊസീഡ് ചെയ്യും, ആരോട് പറയും എന്നൊന്നും പിടുത്തമില്ലാതെ നൊസോമി പാവം നല്ല ടെൻഷനിലും സങ്കടത്തിലുമാണ്. അവൾ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവൻ ഇവളുടെ കവിളിൽ പിടിച്ച് ഇവളെ കളിയാക്കിയില്ലേ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നു, ആ ഒരു കാര്യം ഓർത്ത് തനിയെ നിന്ന് ചിരിക്കാറുമുണ്ട്. അതേസമയം സെറ്റാകട്ടെ നൊസോമി പറഞ്ഞ മോട്ടിവേഷണൽ ആയ വാക്കുകൾ കേട്ട് ഇൻസ്പയർഡ് ആയി അവൻ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് നിർത്താതെ അതിനും എങ്ങനെയും സമയം കണ്ടെത്തി അതൊക്കെ ചെയ്യാനായി നോക്കുന്നുണ്ട്. അത് കാണുന്ന അവൾ അവനെ വീണ്ടും വീണ്ടും
മോട്ടിവേറ്റ് ചെയ്യാനായി അവൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് മോട്ടിവേഷണൽ സോങ്സ് പ്ലേ ചെയ്യുന്നു. അത് അവനും കേൾക്കുന്നുണ്ട്. നൊസോമി പറഞ്ഞിട്ട് എറിക്കയാണ് ഇതെല്ലാം പ്ലേ ചെയ്യുന്നതെന്നാണ് അപ്പൊ അവൻ കരുതുന്നത്. കാരണം നൊസോമിയോടാണല്ലോ ഇവൻ ഇങ്ങനെ ബാസ്കറ്റ് ബോൾ നിർത്താൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞത്. അപ്പൊ അത് അവള് വഴി എറിക്ക അറിഞ്ഞു കാണുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ആ പ്രൊപ്പോസ് ചെയ്യാനിരിക്കുന്ന ഫ്രണ്ടിനെ അവളുടെ ക്രഷ് അവന്റെ കയ്യിൽ അമ്യൂസ്മെന്റ് പാർക്കിലേക്കുള്ള കുറച്ച് കൂപ്പൺസ് ഉണ്ട്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാം, കൂടെ നിന്റെ ഫ്രണ്ട് എറിക്കോയും വിളിച്ചോ, ഞാൻ എന്റെ ഫ്രണ്ട് സെറ്റിനെ വിളിക്കാം എന്നൊക്കെ പറയുന്നത്. എറിക്കോയെ ഓൾറെഡി ഇവനൊരു കണ്ണുണ്ടോ എന്ന് ടെൻഷനുള്ള ആ ഫ്രണ്ട് ആകട്ടെ വേഗം ഈ കാര്യങ്ങള് നൊസോമിയോട് ചെന്ന് പറയുന്നു. നൊസോമിക്കാണെങ്കിൽ എറിക്ക പോകുന്ന അതേ സ്ഥലത്തേക്ക് സെറ്റും പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ഇവൾക്കും കൂടെ പോകാൻ ഒരു ചാൻസ് കിട്ടുമ്പോൾ അവളും അങ്ങോട്ടേക്ക് തന്നെ പോവാണ്. കാരണം അവിടെ വെച്ച് സെറ്റും എറിക്കയും തമ്മിൽ സംസാരിച്ച ഇടയിൽ നിന്ന് ഇവളാണ് ആ ഒരു ഡയറി കുറിപ്പുകളെല്ലാം എഴുതിയതെന്ന കാര്യം അവൻ അറിയുമല്ലോ. അങ്ങനെ ആകെ പ്രശ്നത്തിലാവും. എന്തായാലും അവൾ അങ്ങനെ ആ ഒരു അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് ചെല്ലുമ്പോൾ അവളെ അവിടെ ആദ്യം കാണുന്നത് സെറ്റാണ്. അവൻ ഇവളോട് മുന്നേ സംസാരിച്ച് പരിചയമുള്ളത് കൊണ്ട് അടുത്തേക്ക് വന്ന് മിണ്ടുന്നുണ്ട്. അവളെ ഇങ്ങനത്തെ ഒരു കാഷ്വൽ ഡ്രസ്സിലും ഒപ്പം വേറൊരു ഹെയർ സ്റ്റൈലിലും ഒക്കെ കാണുന്നവൻ കൊള്ളാം, നന്നായി ചേരുന്നുണ്ടെന്ന് പറഞ്ഞ് കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എറിക്ക വരുന്നത്. പക്ഷെ എറിക്ക വന്ന് നിൽക്കുന്നതല്ലാതെ അവൾക്കും സെറ്റിനും ഇടയിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നില്ല. എങ്ങാനും അവർ തമ്മിൽ മിണ്ടുമോ എന്ന് പേടിച്ച് നിന്ന് നൊസോമിക്ക് അത് വലിയ ആശ്വാസമായിരുന്നു. അങ്ങനെ ആ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഇവരെല്ലാം വളരെ ഹാപ്പിയായി നടക്കുകയാണ്. സെറ്റിന്റെ ഫ്രണ്ട്, ആ ഫ്രണ്ടിനെ ക്രഷ് അടിച്ച് നടക്കുന്ന നൊസോമിയുടെ ഫ്രണ്ട്, നൊസോമി, ഒപ്പം എറിക്ക, ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ അവർ ഗെയിമൊക്കെ കളിച്ച് ഒന്നിച്ച് ഫുഡ് കഴിക്കാനായി ഇരിക്കുന്നു. ആ ഒരു സമയത്ത് എറിക്ക സെറ്റിനോട് ഇതിനു മുന്നേ അങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഇവനോട് സംസാരിക്കാൻ അവൾക്ക് എന്തോ ഒരു മടി പോലെ ഉണ്ടായിരുന്നു. ഇവൻ എല്ലാവരോടും റൂഡായി പെരുമാറുന്ന ഒരാളാണെന്ന് ആ ഒരു ധാരണയില്. ഇപ്പൊ എറിക്ക നല്ല കൂളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനോട് സംസാരിക്കുമ്പോൾ അതൊക്കെ കേൾക്കുന്ന നൊസോമിയുടെ നെഞ്ചാണ് പടപട ഇരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്ത് കളയേണ്ടത് ആരാണെന്ന് അറിയാനായി ഇവരൊരു കുഞ്ഞ് ഗെയിം കളിക്കുന്നു. ആ ഗെയിമിൽ തോക്കുന്നവരെ വേസ്റ്റ് കൊണ്ടേ കളയണം. അങ്ങനെ ഗെയിമിൽ തോക്കുന്നത് സെറ്റും നൊസോമിയുമാണ്. തുടർന്ന് അവർ വേസ്റ്റ് കളയാനായി പോകുമ്പോൾ നൊസോമിക്ക് കുടിക്കാനായി ഒരു ഡ്രിങ്ക്സ് സെറ്റ് നൽകാണ്. അതൊരു റെഡ് ബീൻ ജ്യൂസ് ആണ്. അത് കുടിച്ചിട്ടില്ലാത്തവൾ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കുടിച്ച ശേഷം പറയുന്ന ടീം അവൻ, നീ വളരെ കുറച്ചേ സംസാരിക്കാറുള്ളെങ്കിലും പറയുന്ന കാര്യം വളരെ എഫക്റ്റീവ് ആണ്. മുന്നേ തന്നെ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും പല പല ഇടങ്ങളുടെ കാര്യം പറഞ്ഞത്, ഒരാൾക്ക് ഇഷ്ടമുള്ളത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയി നിന്നപ്പോൾ നീ എല്ലാവരോടും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടി ഒന്നിച്ചൊരു സ്ഥലത്തിരുന്ന് കഴിക്കുന്ന ഒരു ഐഡിയ പറഞ്ഞു. അത് വളരെ ഇംപ്രസീവ് ആയിരുന്നു എന്നല്ല പറയുന്ന അവൻ, മുന്നേ അവൻ ഗെയിം കളിച്ച് സമ്മാനമായി കിട്ടിയ ഒരു പാവ അവൾക്ക് കൊടുത്തിട്ട് ഇത് നീ വെച്ചോ, എന്റെ ഗിഫ്റ്റ് ഇതെന്ന് പറഞ്ഞ് അവൾക്ക് അത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അവളെ വീണ്ടും നീ ക്യൂട്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് കളിയാക്കിയൊക്കെ ചെയ്യുന്നു. അവനിങ്ങനെ ക്യൂട്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട് അവള് നാണിച്ചാകി ഇരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ പിന്നീട് അവൻ സംസാരത്തിന്റെ ഇടയിൽ എപ്പോഴോ നീ വളരെ നല്ല പെൺകുട്ടിയാണ്, കള്ളം പറയാറില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, സംസാരിക്കുന്നത് കുറച്ചാണെങ്കിലും പറയുന്നത് വളരെ സ്ട്രൈക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്ന അവൾക്ക് ഇങ്ങനെ ഇവൻ കള്ളം പറയാറില്ല എന്നൊരു രീതിയിൽ അവൻ സംസാരിച്ചത് ഓർക്കുമ്പോ ആകെ ടെൻഷൻ ആവുന്നു. താൻ കള്ളം പറയാറുണ്ടല്ലോ, പക്ഷെ ആ കള്ളം അവൻ കണ്ടെത്തുമ്പോ എന്തായിരിക്കും സംഭവിക്കുക എന്ന പേടി അവൾക്ക് വല്ലാതെ വരുന്നു. തുടർന്നും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ എറിക്കയുടെ കൂടെ ഓരോ റൈഡുകളിൽ സെറ്റ് പങ്കെടുക്കുമ്പോൾ അത് കാണുന്ന നൊസോമിയുടെ നെഞ്ചാണ് പിടയ്ക്കുന്നത്. അവൻ തന്നെ പറ്റി കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തനിക്ക് ഭയങ്കരമായ സന്തോഷം വരുന്നതും അവൻ എറിക്കയുടെ കൂടെ ക്ലോസ് ആവുന്നത് പോലെ തോന്നുമ്പോൾ തന്റെ നെഞ്ച് വിഷമം കൊണ്ട് വിങ്ങി പൊട്ടുന്നതും അവനോടുള്ള താല്പര്യം തന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾ പിന്നീട് അവന് വേണ്ടി ഡയറി കുറിപ്പ് എഴുതുമ്പോൾ അറിയാതെ അവളുടെ പേര് അവൾ അതിൽ എഴുതുന്നുണ്ട്. പക്ഷെ അത് അവൻ കാണാതിരിക്കാനായി അത് വെട്ടിക്കുത്തി ഒരു പടം പോലെ ആക്കുന്നു. ഒരു എല്ലും കഷ്ണം നോക്കിയിരിക്കുന്ന നായ്ക്കുട്ടിയുടെ പടമാണത്. എല്ലും കഷ്ണമായി സെറ്റിനെയും നായ്ക്കുട്ടിയായി നൊസോമി അവളെ തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നൊരു ഡൗട്ട്. എന്തായാലും ആ ഒരു പടത്തിന് ഇന്ന് അമ്യൂസ്മെന്റ് പാർക്കിൽ വളരെയധികം എൻജോയ് ചെയ്തു എന്നൊരു അടിക്കുറിപ്പും അവൾ എഴുതുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇവരുടെ എക്സാം വരുന്നത്. അതിൽ ഇംഗ്ലീഷില് ഏറ്റവും കൂടുതൽ മാർക്ക് എടുത്തിരിക്കുന്നത് നൊസോമിയാണ്. ഏറ്റവും കുറവ് മാർക്ക് ആകട്ടെ സെറ്റിനും. അവൻ ആകെ പടം നല്ല വിഷമം വരുന്നു. അവൻ അന്ന് എഴുതുന്ന ഡയറിയിൽ ടൈം ട്രാവൽ ചെയ്ത് പുറകോട്ട് പോയി ഇതൊക്കെ മാറി കുട്ടിയായി ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര രസമായിരുന്നു, ടെൻഷനൊന്നും ഇല്ലാത്ത ആ കാലഘട്ടം മിസ് ചെയ്യുന്നു എന്നെല്ലാം എഴുതിയിരിക്കുന്നത് വായിക്കുന്ന അവൾ പിന്നീട് അവനെ എഴുതി കൊടുക്കുന്നത്, നമ്മളിപ്പോൾ ഉള്ള ഈ 17 വയസ്സ് കാലഘട്ടം വളരെ രസകരമാണ്. നമ്മൾ കുട്ടികളും അല്ല മുതിർന്നവരും അല്ല, പക്ഷെ നമ്മളുടെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത് ഈ ഒരു ഏജ് ആണ്. അതുകൊണ്ട് ഈ ഏജിൽ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയി പരിശ്രമിച്ച് തോൽവികൾ നേരിടേണ്ടി വന്നാലും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ മുന്നോട്ട് പോയാൽ കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകുന്നൊക്കെ ഒരു മോട്ടിവേഷണൽ പരമായ കാര്യങ്ങളാണ്. അത് വായിക്കുന്ന അവൻ വേഗം തന്നെ എറിക്ക എഴുതി കൊടുത്ത കാര്യങ്ങളെല്ലാം മോട്ടിവേറ്റഡ് ആയി, അങ്ങനെയാണല്ലോ അവൻ വിചാരിക്കുന്നത് എറിക്ക എഴുതിയതാണെന്ന്. അങ്ങനെ മോട്ടിവേറ്റഡ് ആയി അവൻ നേരെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കുന്ന നൊസോമിയുടെ അടുത്തേക്ക് ചെന്ന് തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു. അവളും പഠിപ്പിക്കാമെന്ന് സമ്മതിക്കുന്നു. അവൻ വേഗം തന്നെ തന്റെ വാട്സ്ആപ്പ് നമ്പറൊക്കെ അവൾക്ക് കൈമാറിയ ശേഷം അവൾ പറഞ്ഞതുപോലെ പഠിക്കാനായി ലൈബ്രറിയിലേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ലൈബ്രറിയിൽ ഇരുന്ന് എത്ര നേരം പഠിക്കാനാവും, വീട്ടിലേക്ക് വരാമോ എന്ന് അവൻ ചോദിക്കാണ്. കാരണം മുത്തശ്ശിയും അനിയത്തിയും ഒക്കെ വീട്ടിലല്ലേ, അപ്പൊ അവന് അവരെ അവിടെ ആക്കി ഒരുപാട് നേരം മാറി നിൽക്കാൻ കഴിയില്ല. അപ്പൊ വീട്ടിലായിരുന്നെങ്കിൽ എനിക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാം, നിന്റെ കൂടെ പഠിക്കാൻ ചെയ്യാമെന്ന് അവൻ പറയുമ്പോൾ ശരി വീട്ടിൽ പോയി അവൻ
അവനെ പഠിപ്പിക്കാമെന്ന് അവളും സമ്മതിക്കുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഒരു പയ്യൻ നൊസോമിയുടെ അടുത്തേക്ക് എത്തി റേഡിയോ ജോക്കി ആകാനുള്ള ഒരു കോമ്പറ്റീഷന്റെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് പോകുന്നു. ആരത് എന്ന് സെറ്റ് ചോദിക്കുമ്പോ അവൻ എന്നെ ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു ദിവസം താല്പര്യം പ്രകടിപ്പിച്ചു. അവൻ നിർബന്ധിച്ചത് പ്രകാരം ഞാൻ അവന്റെ കൂടെ ലഞ്ച് കഴിക്കാനായി ഒരു ദിവസം പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ തീരെ സംസാരിക്കുന്നില്ല, എന്റെ ആറ്റിറ്റ്യൂഡ് കൊള്ളില്ല, മിണ്ടാതിരിക്കുന്ന ഒരു പെണ്ണിനെ അവൻ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് അവൻ പിന്നെ എന്നെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഈ അടുത്തായിട്ട് വീണ്ടും എന്തോ വലിയ കെയർ ഉള്ളത് പോലെ പെരുമാറുന്നെന്ന് അവള് പറയുമ്പോ അത് പിന്നെ സെറ്റ് വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സെറ്റിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഇവരെ ഒന്നിച്ച് കാണുന്ന സെറ്റിന്റെ അനിയത്തി മുത്തശ്ശി ചേട്ടന്റെ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെന്ന് സെറ്റിനെ കളിയാക്കുമ്പോ സെറ്റ് ഇത് കാര്യമാക്കി എടുക്കുന്നില്ലെങ്കിലും അത് കേൾക്കുന്ന നൊസോമയ്ക്ക് നല്ല നാണമാവുന്നുണ്ട്. അവൾ പിന്നീട് അവനെ അടുത്തിരുന്ന് പഠിപ്പിക്കുമ്പോ അവനിങ്ങനെ തന്റെ അടുത്തിരിക്കുന്നതൊക്കെ അവളെ ഇടയ്ക്കിടെ വല്ലാതെ ഡിസ്റ്റർബ് ആക്കുന്നു. അവൾ ഇങ്ങനെ സ്വപ്ന ലോകത്തൊക്കെ മുഴുകിയിരിക്കുന്നത് കാണുന്ന അവൻ എന്ത് പറ്റിയെന്ന് അവളെ തട്ടി വിളിച്ച് ചോദിക്കുമ്പോഴാണ് അവൾക്ക് ബോധം വരുന്നത്. അതിന്റെ ഇടയിൽ അനിയത്തിക്കുട്ടി വന്നിട്ട് നിങ്ങളിൽ ആരാ പ്രപ്പോസ് ചെയ്തത് ആദ്യം എന്നൊക്കെ അവളോട് ചോദിക്കുകയാണ്. കൂടാതെ എനിക്ക് ഒരു ക്രഷ് ഉണ്ട്, എങ്ങനെയാ പയ്യനെ പ്രപ്പോസ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തില്ല എന്ന് പറഞ്ഞ് അനിയത്തി ടിപ്സ് ഒക്കെ ചോദിക്കുമ്പോ കൊള്ളാം, നല്ല ആളിനോടാണല്ലോ ഇവിളി ചോദിക്കുന്നതെന്ന് മറ്റില്ല, അതെല്ലാം തന്നോട് ചോദിക്കുന്നത് കൊണ്ട് തന്നെ കേട്ടിരിക്കുന്ന നൊസോമി നീ നിന്റെ മനസ്സിലുള്ള കാര്യം എക്സ്പ്രസ് ചെയ്യാം, നിന്റെ ക്യാരക്ടർ നഷ്ടപ്പെടുത്താതെ ധൈര്യത്തോടെ അത് പറയാൻ നോക്കുന്ന അവൾ ഉപദേശിക്കുന്നു. അങ്ങനെ എന്തായാലും അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അവളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായി അവൻ കൂടെ റോഡിലൂടെ നടക്കുന്ന സമയത്ത് റേഡിയോ ജോക്കി ആവാനുള്ള ഒരു കോമ്പറ്റീഷന്റെ കാര്യത്തെ പറ്റി മുന്നേ അവൾക്കൊരു നോട്ടീസ് കിട്ടിയിരുന്നില്ലേ, ആ കാര്യം അവൻ പറയുന്നു. നിനക്കത് വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ, നിന്റെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ നിനക്ക് പാർട്ട് ടൈമായും അത് ചെയ്യാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. കൂടാതെ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് കാണുമ്പോൾ അവിടേക്ക് അവളെ കൊണ്ടുപോകുന്ന അവൻ അവൾക്ക് ബോളൊന്നും കറക്റ്റ് നെറ്റിൽ ഇടാൻ അറിയാത്തത് കൊണ്ട് അതൊക്കെ എങ്ങനെ ഇടേണ്ടതെന്ന് അടുത്ത് നിന്ന് പഠിപ്പിക്കുമ്പോൾ അവൾക്ക് ആകെപ്പാടെ വല്ലാത്ത അങ്കലാപ്പ്. ആ സമയത്ത് അവൻ അവളോട് പറയുന്നുണ്ട്, ഞാനിപ്പോ ബാസ്കറ്റ് ബോൾ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ഇതിലേക്ക് വന്നത് നീ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ടാ. നീ മോട്ടിവേറ്റ് ചെയ്തതുപോലെ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അതിന് മുന്നേയും എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. പക്ഷെ എന്താണ് ആ ഇൻസിഡന്റ് എന്ന് അവൻ പറയുന്നില്ല. അമ്മയുടെ മരണശേഷം അച്ഛൻ ആദ്യം ഇവനോട് ഈ ഗെയിമും കാര്യങ്ങളൊക്കെ വിട്ട് പഠനത്തിലും വീട്ടിലും മാത്രം സമയം ചെലവഴിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അന്നാണ് അവൻ ആദ്യമായി അത് വിടാനായി തീരുമാനിച്ചത്. പക്ഷെ അപ്പോഴാണ് ഒരു മിറാക്കിൾ അവന്റെ ലൈഫിൽ സംഭവിച്ച് അവൻ വീണ്ടും ബാസ്കറ്റ് ബോളിൽ കോൺസെൻട്രേറ്റ് ചെയ്തതും പിന്നീട് മുത്തശ്ശിക്ക് വയ്യാണ്ടായപ്പോ വീണ്ടും അത് ഉപേക്ഷിക്കാൻ നോക്കിയപ്പോ നൊസോമി വന്നത്. അപ്പോ തന്നെയും അവനൊരു മിറാക്കിൾ എന്നാണോ പറയുന്നത് എന്നെല്ലാം അവൾ ചിന്തിക്കുന്നു. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ ഇംഗ്ലീഷ് എക്സാമിന് ഇപ്പൊ നല്ല മാർക്കാണ് സെറ്റിന് കിട്ടിയിരിക്കുന്നത്. അവൻ ആ ഗുഡ് ന്യൂസ് പറയാനായി നൊസോമിയെ കാണാനായി പോകുമ്പോൾ അവളുടെ റേഡിയോ റൂമിന് പുറത്തായി അവൾ അവളുടെ ആ ഒരു ഫ്രണ്ടില്ല അവളെ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു വന്നിട്ട് പിന്നെ അവൾ സംസാരിക്കുന്നില്ല, ഒരു മിണ്ടാപ്പൂച്ചയാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു പോയ പയ്യൻ. അവന്റെ പേര് യമഹ എന്നാണ്. യമഹയും നൊസോമിയും സംസാരിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണല്ലോ സെറ്റ് വരുന്നത്. അപ്പോ അവൻ കേൾക്കുന്നത് യമഹ നൊസോമിയെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. അത് കേൾക്കുന്ന സെറ്റ് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നു, ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല. അത് കണ്ടില്ലേലും നൊസോമി യമഹയുടെ പ്രപ്പോസലിനെ റിജക്ട് ചെയ്യുന്നു. തനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം അവനോട് ഇല്ല എന്ന് അവൾ ഇപ്പൊ അവനോട് തുറന്നു പറയുന്നു. എന്തായാലും പിന്നീട് അവൻ സോഷ്യൽ മീഡിയയിൽ ഇംഗ്ലീഷിന് നല്ല മാർക്ക് കിട്ടി താങ്ക്സ് എന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവൾ തിരിച്ച് അവന് റിപ്ലൈ അയക്കുന്നത് എനിക്ക് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് നേരിട്ട് പറയാനുണ്ടെന്നാണ്. കാരണം ഡയറി വഴി അവനുമായി ചാറ്റ് ചെയ്തിരുന്നത് താനാണ് എന്നത് തുറന്നു പറയാനായി അവൾ തീരുമാനിച്ചു. അടുത്ത ദിവസം പക്ഷെ അവൾക്ക് സെറ്റിനോട് എന്തെങ്കിലും പറയാൻ സാധിക്കുമെന്ന് വേറെ ഒരു വലിയ ഇഷ്യൂ നടക്കുന്നു. എറിക്ക് ഒരു പയ്യൻ പ്രപ്പോസ് ചെയ്യുന്നു. അത് നൊസോമിയുടെ ഫ്രണ്ടിന്റെ ക്രഷ് അല്ല, സെറ്റുമല്ല, മറ്റൊരു പയ്യനാണ്. അത് പക്ഷെ അറിയാതെ അവളെ ഒരു പയ്യൻ പ്രപ്പോസ് ചെയ്തു, അവൾക്കത് താല്പര്യമുണ്ട് എന്നറിയുന്ന നൊസോമി കരുതുന്നത് ഇനി അത് സെറ്റാണോ എന്നാണ്. അതുകൊണ്ട് അവൾ അതിന്റെ ഷോക്കായിട്ടിരിക്കുമ്പോൾ മറ്റേ ഫ്രണ്ട് ആകട്ടെ തന്റെ ക്രഷിന് ഇവളോട് താല്പര്യമുണ്ട്, പക്ഷെ ഇവൾക്ക് ആ താല്പര്യം ഇല്ല എന്നറിയുമ്പോൾ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും എനിക്ക് അതുപോലെ ഒരുത്തിനൊന്നും ഇഷ്ടപ്പെടാനേ കഴിയില്ല എന്നെല്ലാം എറുക്ക മറുപടി പറയുമ്പോൾ തന്റെ ക്രഷിനെ അവൾ അങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെടാതെ അവളുമായി വഴക്കാവുന്നു. അങ്ങനെ ഒരു പയ്യന്റെ പേരിൽ അവന് ഇഷ്ടമുള്ള ഒരു പെണ്ണും ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണും തമ്മിൽ വഴക്കാവുമ്പോൾ അവിടെ തന്റെ ഈ ഫ്രണ്ട്സ് തമ്മിൽ വഴക്കിട്ടിരിക്കുന്നത് കണ്ടിരിക്കുന്ന നൊസോമിക്കാണ് സങ്കടം വരുന്നത്. അവൾക്ക് സെറ്റല്ല അപ്പോ പ്രപ്പോസ് ചെയ്തത് എന്ന ആ ഒരു ആശ്വാസം ആവുന്നുണ്ടെങ്കിലും തന്റെ ഫ്രണ്ട്സ് തമ്മിൽ വഴക്കിട്ടതിന്റെ നല്ല സങ്കടവും ഉണ്ട്. അങ്ങനെ വിഷമത്തിലിരിക്കുന്ന അവളെ കാണുന്ന സെറ്റ് അവളെ റൂഫ് ടോപ്പിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഫ്രണ്ട്സ് തമ്മിൽ വഴക്കിട്ടതാണ് അവളുടെ സങ്കടത്തിന്റെ കാരണമെന്ന് മനസ്സിലാക്കുന്നവൻ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറുന്നേ, അതൊന്നും സാരമില്ല, നീ ഹാപ്പി ആയിട്ടിരിക്കാനായി പറഞ്ഞ് അവൻ അവളെ ചിയർ ചെയ്യാനായി ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. അവൾ അങ്ങനെ കുറച്ചൊക്കെ ഹാപ്പി ആവുന്നുണ്ട്. പിന്നീട് അവനോട് സംസാരിക്കുന്ന സമയത്ത് അവളുടെ എക്സ് അവളെ പ്രപ്പോസ് ചെയ്തോന്ന് യമഹ അവളോട് സംസാരിച്ച കാര്യത്തെ പറ്റി സെറ്റ് ചോദിക്കുമ്പോൾ എനിക്ക് പക്ഷെ അവനോട് ഒരു താല്പര്യമില്ല, അവനല്ല എന്റെ ആളെന്ന് അവൾ പറയുമ്പോൾ നിനക്ക് ആരോടാണ് ഇഷ്ടമെന്ന് അവൻ ചോദിക്കുന്നു. അവനോടാണ് ഇഷ്ടമെന്ന് അവനോട് പറയാൻ കഴിയാതെ അവൾ ഇങ്ങനെ കുഴങ്ങിയിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവൻ എന്ത് ഓർത്തിട്ടാണ് അത് ചെയ്തതെന്ന അങ്കലാപ്പിൽ അവൾ പെട്ടെന്ന് അവനെ തള്ളി മാറ്റുന്നു. അവനും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അന്ന് അവൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് അവളുടെ ഫ്രണ്ട്സ് എല്ലാം പിണക്കം മാറി മിണ്ടുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാവുന്നത്. പക്ഷെ അപ്പോഴേക്കും എറിക്കാകട്ടെ ലെറ്റർ ബോക്സിൽ സെറ്റ് വന്ന് വെച്ചിട്ട് പോകുന്ന ആ ഡയറി കാണുന്നു. അത് വായിക്കുന്ന എറിക്ക വളരെ ഞെട്ടലോടുകൂടി എന്താ ഇതിലൊക്കെ ഉള്ളതെന്ന് നൊസോമിയോട് ചെന്ന് ചോദിക്കുമ്പോൾ അവൾ ഉത്തരം മുട്ടി നിൽക്കാണ്. കാരണം എറിക്കയോട് രഹസ്യമാക്കി വെച്ച കാര്യം ഇപ്പോൾ അവൾ അറിഞ്ഞിരിക്കുന്നു. എറിക്കയോട് ഈ കാര്യങ്ങളെ പറ്റി അവൾ പിന്നീട് ഡീറ്റെയിൽഡായി സംസാരിക്കുന്നു. എറിക്കയ്ക്ക് പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ഒരു
ഒരു ദേഷ്യമൊന്നും ഒന്നുമില്ല. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ബുള്ളിങ് നേരിട്ടപ്പോ എല്ലാം നീയാണ് നല്ലൊരു ഫ്രണ്ടായി എന്റെ കൂടെ നിന്നിട്ടുള്ളത്. നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കിൽ ഒരിക്കലും അത് ആരെയും ദ്രോഹിക്കാനായിട്ടായിരിക്കില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് ഇത് നീ സെറ്റിനോട് തുറന്ന് പറഞ്ഞ് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് എറിക് അവൾക്ക് ഓൾ ദി ബെസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇത് സെറ്റിനോട് തുറന്നു പറയാനായി നൊസോമിയും തീരുമാനിക്കുകയാണ്. അപ്പോഴേക്കും അവൾക്ക് ഒരു ബാസ്കറ്റ്ബോൾ മാച്ചിൽ പങ്കെടുക്കേണ്ടി വരുന്നു. അവൾ ആ മാച്ചിൽ സെറ്റ് പഠിപ്പിച്ചു കൊടുത്ത ട്രിക്കൊക്കെ ഉപയോഗിച്ച് തന്നെ അവളുടെ ടീമിനെ വിജയിപ്പിക്കുന്നു. ഇപ്പുറത്ത് നൊസോമിയുടെ ഫ്രണ്ട് അവളുടെ ക്രഷിനെ പ്രപ്പോസ് ചെയ്യാനായി അവരുടെ മാച്ച് ജയിക്കാനായി നോക്കിയിരിക്കുകയല്ല. പക്ഷെ ആ മാച്ച് അവർ തോൽക്കുകയാണെങ്കിലും അങ്ങനെ തോറ്റ വിഷമത്തിലിരിക്കുന്ന അവനെ അടുത്ത് ചെന്ന് സമാധാനിപ്പിക്കുന്ന അവനെ അവൾക്ക് ഇഷ്ടമാണെന്ന് തുറന്നു പറയുമ്പോൾ അവനും ആ ഒരു ഇഷ്ടം അക്സെപ്റ്റ് ചെയ്യാണ്. കാരണം തന്റെ തോൽവിയിലും തന്നോട് ചേർന്ന് നിൽക്കാൻ മനസ്സുള്ള ഇവളെ മിസ് ചെയ്യരുത് എന്നൊരു തോന്നൽ അവന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടം തുറന്നു പറയാനായി സ്കൂളിലേക്ക് ചെല്ലുന്ന നൊസോമി അന്ന് അവൾക്ക് റേഡിയോ റൂമിലുള്ള സമയത്ത് റേഡിയോയിൽ സംസാരിക്കുന്നു. പൊതുവെ അവള് റേഡിയോയിലൂടെ ഒന്നും പറയാതെ പാട്ട് മാത്രമായിരിക്കും പ്ലേ ചെയ്യാറുള്ളത്. ഇപ്പൊ അവള് പറയുന്നത്, ഇത്രയും നാളെ ഞാൻ ഈ റേഡിയോയിൽ പ്ലേ ചെയ്ത പാട്ടുകൾ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ള ഒരു പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. കാരണം എന്റെ മനസ്സിലെ ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ ഹാർമണി എന്ന ആ ഒരു മ്യൂസിക് ഗ്രൂപ്പിലെ തന്നെ ഒരു ഫേമസ് ആയ കിടുക്കൻ പാട്ട് പ്ലേ ചെയ്യുന്നു. ആ പാട്ട് കേൾക്കുന്നവരൊക്കെ വളരെ എൻജോയ് ചെയ്തിരിക്കുന്ന ഇതേ സമയം സെറ്റിന് വേണ്ടി അവൾ എഴുതിയ ഡയറി കുറിപ്പ് അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ അവൾ താൻ എറിക്കല്ലെന്നും നൊസോമിയാണെന്നും മനഃപൂർവ്വം പറ്റിക്കാനായി തുടങ്ങിയ ഒരു കാര്യമല്ല ഇതെന്നുമുള്ള സാഹചര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. ഒരിക്കലും തന്നോട് ദേഷ്യം തോന്നരുത്, താൻ ആരെയും ചതിക്കാനല്ല ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞ് അവൾ കുറിപ്പിൽ വിശദീകരണം നടത്തിയിരിക്കുന്നത് വായിക്കുന്നവൻ വേഗം തന്നെ അവളെ കാണാനായി റേഡിയോ റൂമിലേക്ക് ഓടിപ്പോകുന്നു. അവൻ അവളുടെ മുന്നിലേക്ക് ചെന്ന് നിന്ന് അവൾ ഈ പറഞ്ഞ സത്യങ്ങളൊക്കെ തനിക്ക് മുന്നേ അറിയാമായിരുന്നോ എന്ന് പറയുന്നു. കൂടാതെ അവൾ വിചാരിക്കുന്നത് പോലെ എറിക്കോയെ കണ്ട് ഇഷ്ടപ്പെട്ട് അവളുടെ പിറകെ നടന്നതല്ല എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നു. മറ്റൊന്നുമല്ല, അവന്റെ അമ്മയുടെ മരണശേഷം അച്ഛൻ ഫുട്ബോൾ ഒന്നും വേണ്ട, പഠനത്തിലും വീട്ടിലെ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൻ വളരെ വിഷമത്തിലുണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയ അവൻ അവിടെ ടേബിളിന്റെ അടിയിൽ ഒരു കുറിപ്പ് കാണുന്നു. അത് വളരെ ഇൻസ്പയറിംഗ് ആയ ചില വാക്കുകളായിരുന്നു. അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് അവൻ വീണ്ടും തന്റെ പ്രതിസന്ധിയിൽ തളരാതെ തന്റെ പാഷനെ പിന്തുടരാൻ തീരുമാനിച്ച് ബാസ്കറ്റ്ബോളിലേക്ക് വീണ്ടും ഇറങ്ങിയത്. അങ്ങനെ ആ ഒരു കുറിപ്പ് എഴുതിയ ആൾ ആരാണ് എന്നൊരു ആകാംക്ഷയിൽ ആ കുറിപ്പ് എഴുതിയ ആളിനെ കണ്ടിട്ടില്ല, അറിയത്തില്ലെങ്കിൽ പോലും അവനൊരു താല്പര്യം തോന്നി തുടങ്ങി. അങ്ങനെയാണ് ആ സീറ്റിൽ ഇരിക്കുന്ന അടുത്ത ഡിവിഷനിലെ കുട്ടിക്ക് വേണ്ടി അവൻ ഒരു ആരാധനയുടെ അല്ലെങ്കിൽ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് കത്ത് എഴുതി വെച്ചത്. ആ കത്തിനുള്ള മറുപടിയും അവന് ലഭിച്ചപ്പോഴും അവന്റെ ഉള്ളിൽ എറിക്കെന്നോ നൊസോമിന്നോ അല്ലെങ്കിൽ വേറൊരു പെണ്ണെന്നോ ഒന്നുമില്ലായിരുന്നു. ആ സീറ്റിൽ ഇരിക്കുന്ന പെൺകുട്ടി എന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഈ 2-3 കുറിപ്പുകൾ കൈമാറി കഴിഞ്ഞാണ് യാദൃശ്ചികമായി ക്ലാസ്സിലേക്ക് എത്തുന്ന അവൻ ആ സീറ്റിൽ ബുക്ക് എടുക്കാനായി നിൽക്കുന്ന എറിക്കയെ കാണുന്നത്. അപ്പോഴാണ് എറിക്കാണ് ഈ സീറ്റിൽ ഇരിക്കുന്നതെന്ന് അവന് തോന്നിയത്. അതിനുശേഷം എഴുതിയ കുറിപ്പിലാണ് അവൻ എറിക്കയ്ക്ക് എന്ന ആ കത്തിന്റെ അവസാനം എഴുതിയിരുന്നത്. അല്ലാതെ ആദ്യമേ എറിക്ക എന്ന ഒരു രീതിയിൽ ഉണ്ടായിരുന്ന ഇഷ്ടമല്ല, ആ ഒരു മോട്ടിവേഷണൽ പരമായ കാര്യങ്ങൾ എഴുതിയ പെൺകുട്ടിയോട് തോന്നിയ ഒരു ഇഷ്ടം, അതായിരുന്നു അത്. പക്ഷെ പിന്നീട് വീണ്ടും ഞാൻ 2ാമത്തെ വട്ടവും ബാസ്കറ്റ്ബോൾ അവസാനിപ്പിക്കുന്ന കാര്യത്തെ പറ്റി സംസാരിച്ചപ്പോ നീ എന്നോട് മോട്ടിവേഷണൽ പരമായി സംസാരിച്ചിരുന്നില്ലേ? അന്ന് ആ ഒരു ടേബിളിന്റെ അടിയിൽ ഞാൻ കണ്ട എന്നെ വീണ്ടും ബാസ്കറ്റ്ബോളിലേക്ക് കൊണ്ടുവന്ന അതേ വാചകമായിരുന്നു നീ എന്നോട് പറഞ്ഞത്. അപ്പോഴും എനിക്കൊരു ഡൗട്ട് തോന്നിയിരുന്നു, നീ തന്നെയാണോ ആ കത്ത് എഴുതുന്നതെന്ന്. അതേപോലെ തന്നെ നീയാണത് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ വീണ്ടും എനിക്ക് ചില ക്ലൂകൾ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിന്നോട് വളരെ ക്ലോസ് ആയി ബിഹേവ് ചെയ്യാനായി തുടങ്ങിയത്. നിന്നോട് എന്നെ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടതും വീട്ടിലേക്ക് കൊണ്ടുപോയതും ഒപ്പം വന്ന് കരോക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിന്റെ കൂടെ ഞാൻ അവിടെ വിട്ട് ഇറങ്ങി വന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതിന്റെ ഇടയിലെങ്കിലും നീ എന്നോട് സത്യം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ നീ അത് പറയാതെ നൈസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. അസ്മൻ പാർക്കിൽ വെച്ച് പോലും എറിക്കയുടെ അടുത്ത് ഞാൻ ക്ലോസ് ആയിട്ട് ഇരുന്നത് നീ സത്യങ്ങൾ പറയാൻ വേണ്ടിയാ, അപ്പോഴും നീ അത് പറഞ്ഞില്ല. നിന്നെ ഞാൻ കിസ് ചെയ്തതും നീ സത്യം പറയാനായിട്ടാ, അപ്പോഴും നീ പറഞ്ഞില്ല. എന്നെല്ലാം അവൻ പറയുമ്പോ ഇനി അത് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുകയും രണ്ടുപേരും കിസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവരുടെ പ്രണയം അങ്ങനെ ഇവർ തെറ്റിദ്ധാരണകളെല്ലാം മാറി പരസ്പരം തുറന്നു പറഞ്ഞ് ഒന്നാകുന്നത് പോലെ തന്നെ അതിന് സാക്ഷ്യം വഹിച്ച് ആ റേഡിയോ റൂമിൽ നിന്ന് സ്പീക്കറുകൾ വഴി ഇവരുടെ ഈ ഒരു വർത്തമാനം എല്ലാം കേട്ട് ആ മുഴുവൻ സ്കൂളും ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം കലങ്ങി തെളിഞ്ഞ് ഒരുവിധം രണ്ടുപേരും ഒന്നായല്ലോ എന്ന സമാധാനത്തിൽ കണ്ടിരുന്ന നമ്മൾ ഇരിക്കുമ്പോഴേക്കും ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.